ധ്യാനുട്ടൻ്റെ സ്കൂളിലത്തെ ഓണാഘോഷമാണ് കേട്ടോ ഇന്ന്. അവൻ കുളിച്ചിട്ട് പണ്ട് വന്നിട്ടുള്ള ഡ്രസ്സ് മാറ്റിയിട്ടില്ല. അതാണ് ഞാൻ ജസ്റ്റ് കയ്യൊന്നും ഇങ്ങനെ പിടിച്ചത് കേട്ടോ. പിന്നെ അവന് കൊണ്ടുപോകാനുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. ആ ചെണ്ട, പിന്നെ അവന് കുറച്ച് പൂക്കൾ കൊണ്ടുപോകണം പറഞ്ഞപ്പോൾ അത് ഞാനൊരു കവറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇന്ന് ധ്യാനുട്ട ഇടുന്ന ഡ്രസ്സ്. ഇത് ധ്യാനുട്ടന് ഓണത്തിന് അവന് കണ്ണേട്ടൻ്റെ ഏട്ടനും ഏട്ടനും കൂടിയിട്ട് സ്വത്തുട്ടിയും കൂടിയിട്ട് വാങ്ങി കൊടുത്തിട്ടുള്ള ഓണക്കോടിയാണ്. അപ്പോൾ അത് ഇന്നാണ് ഇട്ടിട്ട് പോണത്. അവന് മുണ്ടും ഷർട്ട് ഇന്ന് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാട്ട് പഠിച്ചിട്ടില്ല. പിന്നെ അതാ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എവിടേക്ക് പോവുകയാണെങ്കിലും അവന് ഒറ്റയ്ക്ക് ഒരുങ്ങാനാണ് ഇഷ്ടം. കൂടുതലും അങ്ങനെയാണ് ചെയ്യുക. ഡ്രസ്സ് ഞാൻ ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ ഒറ്റയ്ക്ക് ഡ്രസ്സും ഇടും കേട്ടോ. ഇന്നിപ്പോൾ ഞാനെല്ലാം ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കുകയാണ്. കുറേ ദിവസം മുന്നേ തന്നെ അമ്മ വരണം, ഓണപരിപാടിക്ക് അമ്മ വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നാലെ നടന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ അവൻ്റെ ഓണപരിപാടിക്ക് പോയിട്ടില്ല. LKG യിലും UKG യിലും ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം അവൻ ഇത്രയും പറഞ്ഞതിന് പോവുക എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴല്ല പോണത്. അവൻ വണ്ടി നേരത്തെ വരും, 9 മണി ആ സമയം. ഡെയിലി വരുന്നതിനെക്കാട്ടി നേരത്തെ വരും. അപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞയച്ചിട്ട് ഞാൻ പിന്നെ പോകാന്നുള്ള ഒരു പ്ലാനില്ല. ഇവർ പോയി ഇവർ കത്തക്കളൊക്കെ ഇടേണ്ടി വരുമല്ലോ. ഞാനപ്പോൾ ഡാൻസിൻ്റെ പരിപാടി ആ തുടങ്ങുന്ന സമയത്തേക്ക് എത്തിയാൽ പോരെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ പോണത്. ധ്യാനുട്ടൻ ഡാൻസിന് മാത്രമല്ല കേട്ടോ, പാട്ടിനും ഉണ്ടായിരുന്നു. പാട്ട് ഞങ്ങൾ വല്ലാണ്ട് നോക്കിയിട്ടില്ല. അതാണ് നേരത്തെ ധ്യാനുട്ടൻ പറഞ്ഞത് പാട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളത്. ഡാൻസ് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് ടീച്ചർ അയച്ചു തന്ന സമയത്ത് ഇതേപോലെ 2-3 വട്ടം അവന് കാണിച്ചു കൊടുക്കലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പാട്ടിൻ്റെ ഭാഗത്തേക്ക് ഞങ്ങൾ നോക്കിയിട്ടില്ല. അപ്പോൾ അവൻ കുറേ നേരമായി പറയുന്നത് പാട്ട് എന്താ ചെയ്യുക പാട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒറ്റയ്ക്കായിരിക്കില്ല എല്ലാവരും കൂടിയിട്ടാവും എന്ന് പറഞ്ഞു. തലേദിവസം അച്ഛനെ പാട്ട് പഠിപ്പിക്കാനുള്ള ഒരു ടൈം ഉണ്ടായില്ല. ഞങ്ങൾ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ടിൻ്റെ കാര്യം മാത്രം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കട്ടാ. ഇവിടെ എത്തിയിട്ടോ ഡ്രസ്സ് ഇടലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ മുഖത്ത് കുറച്ച് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തിയേക്കാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, അവൻ ഡെയിലി ഇടുന്ന ക്രീമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയേക്കാണ് ഇവിടെ. നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ ഒരു ചേച്ചി എന്താ പറയാ ഒരുക്കിത്തില്ലേ, അതുപോലെ ആട്ടോ എൻ്റെ അമ്മ. എനിക്ക് നല്ല ഇഷ്ടം കൈ നേരിട്ടുണ്ടാവാ. ധ്യാനുട്ടന് കുറച്ച് മുന്നേ ഒരു സിൽവർ കളർ വള വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കുറച്ചായിട്ട് കാണാനില്ല. അതാണ് ഞാൻ ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലത് കയ്യിൽ അത് ഇടാ, ഇടത് കയ്യിൽ വാച്ച് കെട്ടാ, ഒരു പ്ലാനിലാട്ടോ അത് ഞാൻ തിരയണത്. കാണാനില്ല എവിടെയും. ഇതാണ് കേട്ടോ ധ്യാനുട്ടൻ്റെ ഫൈനൽ ലുക്ക്. മുടി ഞാനല്ല കേട്ടോ ലാസ്റ്റ് സെറ്റാക്കിയത്. ഞാൻ ജസ്റ്റ് 2 ഭാഗം ചെയ്തെങ്കിലും അപ്പോഴേക്കും എന്നോട് പറഞ്ഞു അമ്മ ചെയ്താൽ ശരിയാവില്ല, എനിക്കിത് മോളിലേക്ക് ഫ്രീക്ക് പോലെ ആക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ കേട്ടോ ചെയ്തത്. പിന്നെ അതാ കണ്ണാടിയിലൊക്കെ പോയി നോക്കി. പിന്നെ വേഗം തന്നെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. കുറച്ച് ഷോർട്സ് വീഡിയോസ് അങ്ങനെയൊക്കെ എടുക്കണ കാരണം വീട്ടിൽ നിന്ന് വേഗം ഇറങ്ങി. ബസ് വരാൻ സമയം ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതാ ഞങ്ങളവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ എന്താ ധ്യാനുട്ടൻ്റെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടോ. കുറേ നേരം എടുത്തുവിട്ടാ, കാരണം ശരിയാവാത്ത കാരണം. പിന്നെ ലാസ്റ്റ് അവന് ദേഷ്യം വന്നിട്ട് മതി എനിക്ക് ഇനി വയ്യ പറഞ്ഞിട്ട് അങ്ങനെയാണ് ലാസ്റ്റ് നിർത്തിയത്. എനിക്ക് ഇനി എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ബസ് വന്നിട്ടില്ല കേട്ടോ. ഞാൻ അപ്പോൾ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 മിനിറ്റിനുള്ളിൽ എത്തും പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ധ്യാനുട്ടൻ്റെ വണ്ടി വന്നു. അവനെ പറഞ്ഞയച്ചു കേട്ടോ. ഇതിപ്പോൾ സമയം 10:30 ആയേക്കണു. ഞാൻ റെഡിയായി അവൻ്റെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇത് ഇന്നലെ കണ്ണേട്ടൻ വാങ്ങി തന്ന മാലയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിച്ചു. പിന്നെ ഞാൻ പൈസയും പിന്നെ അതുപോലെ കീ മാത്രമേ കൊണ്ടുപോകണുള്ളൂ. ബാക്കി എല്ലാ ഐറ്റംസും അവൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. എൻ്റെ കൂടെ വരെ ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. പിന്നെ ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സ് കണ്ണേട്ടൻ കുറച്ച് നാൾ മുന്നേ എനിക്ക് വാങ്ങി തന്നിട്ടില്ല. ഞാൻ ഇതുവരെ എവിടേക്കും ഇട്ടിട്ടില്ല. ഇത് കുറച്ച് ലൂസ് ഉണ്ട്. പിന്നെ അയണൊക്കെ ചെയ്ത ഒന്നും കൂടി നല്ല പെർഫെക്റ്റ് ആവും. പക്ഷേ ഞാൻ അയണൊന്നും ചെയ്തില്ല കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് നേരം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നു. ഇപ്പം എന്താണെന്നറിയില്ല, എത്ര ഒരുങ്ങിയാലും പോരെ ഇനി ഒരുങ്ങണം എന്ന് തോന്നുന്നു. ഞാൻ താഴെ കണ്ണെഴുതിയില്ല കേട്ടോ, മുകളിൽ മാത്രമേ എഴുതിയുള്ളൂ. ശരിയാവില്ല, പരിപാടി കഴിയുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ വാതിലൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങി നോക്കുമ്പോൾ വണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വണ്ടിയിൽ കയറിയിട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് പോകണതിൻ്റെ എന്തോ ഒരു പോലെയൊക്കെ ഉണ്ട്. തലേദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം അവൻ്റെ അരി ഓണത്തിൻ്റെ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ടീച്ചറൊക്കെ ചോദിച്ചു വരുന്നുണ്ടോ നാളെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. എന്നാലും ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്തോ പോലെ. സ്കൂളിലെത്തിയിട്ട് ധ്യാനുട്ടനെ കണ്ടെത്താൻ തന്നെ കുറച്ച് നേരം പിടിച്ചു കേട്ടോ. ഞാൻ അവൻ്റെ ക്ലാസ്സിൽ പോയി നോക്കി, ബാക്കിലൊക്കെ നോക്കി. എന്നിട്ട് ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് അവിടേക്ക് പോയത് കേട്ടോ. ഞാൻ ചെല്ലുന്നതിൻ്റെ മുന്നേ തന്നെ പരിപാടികളൊക്കെ അവിടെ തുടങ്ങിയേക്കണു കേട്ടോ. LKG UKG കാരുടെയാണ് പരിപാടി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ വെച്ച് കഴിഞ്ഞു. അങ്ങോട്ട് എത്തും തോറും പാട്ടുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് ഈശ്വര കഴിഞ്ഞാന്ന് ചോദിച്ചു. പക്ഷേ കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ സ്കൂളത്തെ മാവേലി സ്റ്റേജിൻ്റെ അവിടേക്ക് വരികയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എനിക്കിത് കണ്ടപ്പോൾ
കണ്ടപ്പോൾ എന്തൊക്കെയോ എൻ്റെ പഠിക്കുന്ന കാലത്തെ ഓണം അതൊക്കെ എനിക്ക് സ്കൂളിൽ പോയിട്ട് ഇതേപോലെ സെലിബ്രേറ്റ് ചെയ്തോ അതൊക്കെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരും. ഞാൻ എല്ലാ പരിപാടിക്കും പോകാറുണ്ട്. അതായത് വിഷു, ഓണം, ക്രിസ്മസ് അങ്ങനെ എല്ലാം സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ പരിപാടിക്കും പോകാറുണ്ട്. ഞാനാണെച്ചെങ്കിൽ അവൻ്റെ LKG UKG ആ സമയത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ എനിക്ക് അന്നൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് സ്കൂളിലേക്ക് വന്ന് ഇങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടമായിട്ടൊക്കെ ഓർമ്മ വന്നത്. ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതേപോലെ എല്ലാ പരിപാടികളും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അവരെല്ലാ പരിപാടിക്കും വിളിക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ 2 വർഷമായിട്ടാണല്ലോ അവിടെ പഠിക്കുന്നത്. പക്ഷേ ഇന്നേ വരെ എനിക്ക് ഒന്നിലും പോകാൻ പറ്റിയിട്ടില്ല, ലോങ് ആയ കാരണം. ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എണീറ്റ് നിന്നപ്പോൾ എൻ്റെ ഒപ്പം ധ്യാനൂട്ടനും എണീറ്റ് വന്ന് നിന്നൂട്ടാ. പിന്നെ എന്താ ധ്യാനൂട്ടൻ്റെ പരിപാടിക്ക് എല്ലാവരും കുട്ടികൾ കയറുമ്പോൾ ധ്യാനൂട്ടനൊപ്പം പോയി കയറി. വീഡിയോ ഞാൻ ഒരുപാടൊന്നും എടുത്തില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇടാവുന്നത്. പാട്ടൊന്നും ഇട്ടിട്ട് നമുക്ക് ലോങ് വീഡിയോയിൽ ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് എന്തായാലും ഇടുന്നുണ്ട്. കുറച്ച് ഭാഗം കാണിക്കേണ്ട കേട്ടോ. അതാണ് അവൻ കളിക്കണത്. ഈ ഡാൻസിൻ്റെ കാര്യം ടീച്ചറൊന്നും ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണോ എന്നറിയില്ല. എല്ലാവരും ഇതേപോലെ ഇരുത്തിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഇരുത്തിയിട്ട് തന്നെ കുറേ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു. അതുപോലെ അവരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പക്ഷേ എല്ലാം ഒന്നും എടുത്തില്ല. കുറച്ച് എടുത്തത് മാത്രം ഞാൻ ഇതിൻ്റെ ഒപ്പം ഇടണുള്ളൂ. പിന്നെ ഈ ഒരു കുട്ടിയുടെ ഡാൻസ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ധ്യാനുട്ടനാച്ചെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഓരോരുത്തരെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അവിടെ. ധ്യാനുട്ടൻ്റെ ഡാൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം പരിപാടി കാണാനൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ അവൻ തോർത്തൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ട് ഇരുന്ന് ചെണ്ട കൂട്ടൊക്കെ ആയിരുന്നു. ഇതാണ് കേട്ടോ ധ്യാനുട്ടൻ്റെ സ്കൂളിൽ ഇട്ട പൂക്കളം. ഞാൻ വരണ വഴിക്ക് കണ്ടു. പക്ഷേ ഇവനെ കാണാത്തൊരു ഇതിൽ ഞാൻ വരണ വഴിക്ക് ഇവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ടീച്ചർ അവിടെ നിർത്തി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ ഞാൻ എടുത്താട്ടാ. പരിപാടികളൊക്കെ സ്റ്റേജിൽ നടക്കണ്ടായിരുന്നു, കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സദ്യ കഴിക്കാൻ വേണ്ടി പോയി. ചെറിയൊരു വീഡിയോ എനിക്ക് ബാക്കിൽ നിന്ന് തന്നെയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ധ്യാനൂട്ടൻ്റെ. ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോറിക്ഷ ഞാൻ വിളിച്ചില്ല കേട്ടോ. അവിടെ അടുത്തുള്ള ഒരു കടയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവൻ എന്തെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വരികയല്ല ചെയ്യുക. ഞാൻ സ്കൂളിലേക്ക് തന്നെ വണ്ടി വിളിച്ചിട്ട് അവിടുന്ന് വരികയാണ് ചെയ്യാറ്. ഇനിയിപ്പോൾ ലാസ്റ്റ് ദിവസമല്ലേ ആകുമ്പോൾ എന്തെങ്കിലും വാങ്ങി കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാട്ടോ വണ്ടി വന്നത്. അങ്ങനെ വണ്ടിയിൽ കയറി. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ്, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ധ്യാനൂട്ടൻ്റെ സ്കൂളിൽ ഓണ പരിപാടി ഇതൊക്കെ തന്നെയാണ്. പിന്നെ എനിക്കും ഇതേപോലെ പോയപ്പോൾ എൻ്റെ പഴയകാല സ്കൂൾ കാലഘട്ടത്തേക്ക് എനിക്കും പോകാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.